നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം 2026 ജൂൺ മാസം 24 തീയതി ബുധനാഴ്ച. നാളെ ബുധനാഴ്ച സൂര്യോദയം 6:08 വൈകിട്ട് അസ്തമനം 6:45 തൃശ്ശൂരിൽ. രാഹുലം നിങ്ങൾക്കറിയാം 12 മുതൽ 1:30 വരെയുള്ള ഉച്ചക്കത്തെ 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാണ്. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി വെളുത്ത പക്ഷത്തിലെ ശക്തമായ ദശമി തിഥിയാണ്. നല്ല തിഥിയാണ് ദശമി തിഥി. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ ഉച്ചത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതാനും ദിവസം കഴിഞ്ഞാൽ പൗർണമി വരുന്നതാണ്. ഇവിടെ നാളെ ഉച്ചയ്ക്ക് 2:10 വരെ ചിത്ര നക്ഷത്രമാണ്. ചിത്ര വാങ്ങാനും കൊടുക്കാനും പറ്റിയ ഒരു നക്ഷത്രമല്ല. കൃത്രിക ഭാഗ്യ മൂലാശ്ച മകാ ചിത്രാജ രേവതി ആദാതവ്യെന്ന് ദാതവ്യം. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. ചിത്ര ഒരു ശുഭ നക്ഷത്രമാണ്. ഉത്രത്രയത്തിൽ പെടുന്നു. ഉത്രമത്തം ചിത്ര, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രട്ടാതി, രേവതി, അശ്വതി. അതിനാൽ വാങ്ങൽ കൊടുക്കലൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ചിത്ര നക്ഷത്രം വളരെ നല്ലതാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭൂമിപരമായ ക്രയവിക്രയ വിഷയങ്ങളുണ്ടെങ്കിൽ നാളെ വരാഹമൂർത്തി പൂജ ചെയ്യാം. ഭൂമി പൂജ ചെയ്യാം വരാഹമൂർത്തി ക്ഷേത്രത്തിൽ. ഓം വരാഹമൂർത്തയേ നമഃ എന്ന് പ്രാർത്ഥിക്കാം. നാളെ 2:10 മുതൽ ചോതി നക്ഷത്രമാണ്. വളരെ നല്ലൊരു നക്ഷത്രമാണ് ചോതി. വെളുത്തപക്ഷത്തിലെ ചോതിയാണ്. സ്വാത്യാം സാഗരശുക്തി പതിതം തൻ മൗക്തികം ജായതേ. ചോതി നാളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാകുന്നു അമൂല്യമായ രത്നമാകുന്നത്. അതിനാൽ നാളെ ചോതി നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ 2:15 മുതൽ 3 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ്. പക്ഷേ സൗഹൃദങ്ങളെ ശ്രദ്ധിക്കണം. അനാവശ്യമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സുഹൃത്തുക്കളിലൂടെ ഉണ്ടാകും. ആ ഒരു രാശി അഷ്ടമത്തിൽ ചൊവ്വയാണ്. എങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുക. കാരണം 10ാം ഭാവത്തിൽ ഗുരുശുക്രന്മാരുണ്ട്. വിദ്യയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ നല്ലതാണ്. പക്ഷേ മധ്യസ്ഥ ചർച്ച വിവാഹ വിഷയത്തിലേക്ക് ആ ഒരു സമയം അനുകൂലമല്ല. നാളെ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ആയില്യപൂജ സർപ്പബലി ചെയ്യണം വൈകിട്ട്. അപ്രകാരം നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.